മണ്ണാർക്കാട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന കാരണം പറഞ്ഞ് ഇന്ന് 2 ദളിത് പ്രവർത്തകരെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായ വാർത്ത അറിയാൻ കഴിഞ്ഞു. വളരെയധികം സങ്കടകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. പിന്നോക്കം നിൽക്കുന്നവൻ്റെയും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗത്തിൻ്റെയും ഒക്കെ ഏക ആശ്രയമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുമാണ് 2 ദളിത് പ്രവർത്തകർക്ക് പുറത്തു പോകേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പലർക്കും മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ടാകും. അതെല്ലാം ഒരു വിവിധ ചർച്ചകളിലൂടെ പരിഹരിച്ച് അവസാനമാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക. അല്പസ്വല്പം അസ്വാരസ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും UDF-ലും ഇത്തവണ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ഏകദേശം ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഇന്ന് പുറത്താക്കപ്പെട്ട തോരാപുരം വാർഡിൽ മത്സരിക്കുന്ന അജേഷ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരാണ് തോരാപുരം വാർഡിലേക്ക് തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ആദ്യമായി അംഗീകരിച്ചത്. ആദ്യ ചർച്ചയിൽ വന്ന പേര് പ്രഥമ പരിഗണന അജേഷിനായിരുന്നു. ഈ അജേഷിൻ്റെ പേര് ചർച്ചയ്ക്ക് വന്നത് മുന്നോട്ട് പോകുമ്പോൾ ഈ കോർ കമ്മിറ്റിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റിയിൽ ഞാനടക്കം 5 അംഗങ്ങളാണുള്ളത്. DCC ഭാരവാഹികളായിട്ടുള്ള ഞാനും അഹമ്മദ് അഷറഫും, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അസീസും, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് BB ഷൗക്കത്ത് അലിയും, അതുപോലെ തന്നെ DCC മെമ്പർ ബാലകൃഷ്ണനും അടങ്ങുന്ന 5 അംഗ കോർ കമ്മിറ്റിയാണ് മണ്ണാർക്കാട് ബ്ലോക്കിൻ്റെയും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥി നിർണയവും നടത്തിയത് ഈ കോർ കമ്മിറ്റിയാണ്. മറ്റ് പഞ്ചായത്തുകളിലേക്ക് അതായത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച ലിസ്റ്റ് മുകളിലേക്ക് DCCക്ക് അംഗീകാരത്തിന് കൊടുത്തിട്ട് ആ അംഗീകാരം വാങ്ങിയിട്ടത് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളിൽ അർപ്പിതമായ ചുമതല ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള മണ്ണാർക്കാട് ബ്ലോക്കിൻ്റെ പരിധിയിലെ സീറ്റുകൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ വന്ന തർക്കം 2 3 സീറ്റുകൾ സ്വാഭാവികമായും തർക്കം വന്നു. കോൺഗ്രസ് മത്സരിക്കുന്ന 12 സീറ്റുകളിൽ ഏകദേശം ഒരു 2 3 സീറ്റിൽ മാത്രം തർക്കം വന്നു. അതിൽ 2 സീറ്റുകളിൽ തർക്കം പരിഹരിച്ചു. അങ്ങനെ ലിസ്റ്റ് അന്തിമമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഈ കോർ കമ്മിറ്റി അംഗമായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ഇപ്പോൾ തോരാപുരം വാർഡിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കണം, ഓഫീസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അയാളുടെ സഹായം ആവശ്യമുണ്ട്, അതുകൊണ്ട് അതിനൊരു പരിഗണന വേണം എന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് കഴിഞ്ഞ തവണ തെന്നാലിയിൽ മത്സരിച്ചതുപോലെ ഒരു സൗഹൃദ മത്സരം തോരാപുരത്ത് നടക്കട്ടെ. ആരും ആരെയും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ളോ അല്ലെങ്കിൽ ആരെയും തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരമല്ലല്ലോ. അതുകൊണ്ട് തെന്നാലിയിൽ കഴിഞ്ഞ തവണ നടന്നത് തികഞ്ഞ സൗഹൃദ മത്സരമാണ്. 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് തെന്നാലിയിൽ മത്സരിച്ചത്. ഈ 2-ൽ ഒരാളെപ്പോലും അല്ലെങ്കിൽ അതിന് പ്രവർത്തിച്ച ഒരാളെപ്പോലും കോൺഗ്രസ് നിന്നും പുറത്താക്കുന്നതിനുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഇന്ന് അതുകൊണ്ട് തന്നെ ഈ 5 വർഷക്കാലവും അന്ന് ജയിച്ചു വന്ന കൗൺസിലർ UDF-ന് പിന്തുണ കൊടുത്തു. കമലാക്ഷി എന്ന് പറയുന്ന കൗൺസിലർ 5 വർഷക്കാലവും UDF-ൻ്റെ ഭരണസമിതിക്ക് മുനിസിപ്പാലിറ്റിയിൽ പിന്തുണ കൊടുക്കുകയുണ്ടായത്. ഇത്തവണ അവിടെ തെന്നാലിയിൽ ഒരു തർക്കവും കൂടാതെ അന്ന് 2 വിഭാഗങ്ങളായിട്ട് മത്സരിച്ച ആളുകളുടെ സംയുക്തമായ കൺവെൻഷൻ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ഒരു തർക്കവുമില്ല, ഒരാളും കോൺഗ്രസ് പുറത്താക്കിയിട്ടുമില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു സൗഹൃദ മത്സരം തോരാപുരത്ത് നടന്നോട്ടെ എന്ന് പറഞ്ഞാണ് അന്നത്തെ കോർ കമ്മിറ്റി യോഗം പിരിഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മത്സരം നടന്നാലും അതിലൊരു വിഭാഗീയത വേണ്ട, ആരെയും പുറത്താക്കേണ്ട, അങ്ങനൊരു സാഹചര്യം വേണ്ട. പ്രത്യേകിച്ചും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ, സുമാർ 300ഓളം വോട്ടർമാരുള്ള തോരാപുരം കോളനിയെ പ്രതിനിധീകരിക്കുന്ന അജേഷ് എന്ന് പറയുന്ന യുവാവിനെ
മത്സരിക്കുന്നുള്ള അവസരം നിഷേധിക്കേണ്ട. അതൊരു ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കുമ്പോൾ അതിൻ്റെ മൈലേജ് കിട്ടുന്നത് കോൺഗ്രസ്സിനാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ശുപാർശ ചെയ്തതും അത് മുന്നോട്ട് വെച്ചതും. അപ്പോഴാണ് ഈ പറയുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പേര് വരുന്നതും. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഈ വ്യക്തിയുടെ, സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഇതിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കൊടുക്കുന്നതിന് വേണ്ടി അനുവദിച്ചു കൊടുത്തത്. ഈ പറയുന്ന അജേഷ് അടക്കമുള്ള 2 പേരെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കോൺഗ്രസ് നിന്നും പുറത്താക്കിയെന്ന് കാണുന്നത് ഇതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് പ്രതികരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നിടത്തോളം ഈ വിഷയം പുറത്തു പറയാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല. കാരണം പല ദളിത് കോളനികളും, കമ്മ്യൂണിസ്റ്റുകാരുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന ദളിത് കോളനികളൊക്കെ ഇന്ന് സംഘപരിവാറിൻ്റെ കൈവശത്തിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തോരാപുരത്ത് BJPക്ക് സാന്നിധ്യം പോലും ഇല്ലാത്ത വിധത്തിൽ തോരാപുരം കോളനിയെ സംരക്ഷിച്ചു വരുന്ന അജേഷിനെ പോലുള്ള ചെറുപ്പക്കാരെ പാർട്ടിക്ക് പുറത്താക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം പത്രക്കാരോട് ഇത് തുറന്നു പറയാൻ കാരണം. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ പ്രസിഡന്റ്ഷിപ്പ് UDF ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടാവില്ലല്ലോ. അതിലും വലിയ സങ്കടകരമായ കാര്യമാണ്. ഞാൻ വിശദമായിട്ട് എല്ലാ വിഷയത്തിലേക്കും കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സഹോദരി ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കോൺഗ്രസ്സിന് ദളിത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. ഇതിൽ പറയുന്ന വിഷയങ്ങൾ എന്താണ്? ഈ മത്സരിക്കുമ്പോൾ പലർക്കും മത്സരിക്കണം എന്ന ഒരു നിക്ഷിപ്ത താല്പര്യം നിലനിൽക്കുമ്പോൾ ദളിത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വനിതാ സീറ്റിൽ മാത്രമാണോ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുക? പല പാർട്ടികളും ജനറൽ സീറ്റിൽ സ്ഥാനാർത്ഥികളെ വനിതാ സ്ഥാനാർത്ഥികളെ പട്ടികജാതി SC വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൽ പോലും ഒരു ദളിത് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് അപ്പം തന്നെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കോർ കമ്മിറ്റിയെ ആ വിഷയം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സീറ്റിലും നമുക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയില്ല. ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അഥവാ UDFന് ഭരണം കിട്ടിയാൽ 5 വർഷവും മുസ്ലിം ലീഗ് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കണം. 2.5 വർഷം കോൺഗ്രസും 2.5 വർഷം ലീഗും ഭരിച്ചിരുന്ന, മാന്യമായി ഭരിച്ചു പോയിരുന്ന ഒരു സ്ഥലത്താണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതായിരിക്കുന്നത്. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പറയാൻ പാടില്ലെങ്കിൽ പോലും ഇത് ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. അതിപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റിന് ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു പരിചയമില്ലാത്തത് കൊണ്ടാണ്. 5 കൊല്ലം മുമ്പ് നടന്ന ചിത്രമൊന്നും അദ്ദേഹത്തിന് ബോധ്യമില്ല. അത് അദ്ദേഹം അന്ന് സർവീസിൽ ഇരിക്കുന്ന കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ബ്ലോക്ക് പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ പഴയ കഥകളൊന്നും അറിയില്ല. അതൊക്കെ പഠിക്കണം. 5 വർഷം മുമ്പ് തെന്നാരിയിൽ ഒരു ഭാഗത്ത് കൈചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഒരു ഭാഗത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. 2 പേരെയും പുറത്താക്കിയിട്ടില്ലല്ലോ. കൈപ്പത്തി ചിഹ്നത്തിനെതിരെ മത്സരിക്കുന്നവരൊക്കെ പുറത്താക്കുന്ന പറഞ്ഞൊരു സംവിധാനം എവിടെയെങ്കിലും ഉണ്ടോ? എത്ര വിമത സ്ഥാനാർത്ഥികൾ എത്ര പാർട്ടികൾക്ക് മത്സരിക്കുന്നുണ്ട്? ഇത് വിമതനൊന്നുമല്ല, ഇത് മത്സരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി കൊടുത്തു എന്ന് മാത്രം. എന്തിപ്പോൾ വിമതയായിട്ട് മത്സരിച്ചിരുന്ന, തെന്നാരിയിൽ മത്സരിച്ചിരുന്ന കമലാക്ഷി 5 കൊല്ലം UDFനല്ലേ പിന്തുണ കൊടുത്തത്? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അജേഷ് ജയിക്കുന്നൊരു സാഹചര്യം വന്നാൽ അജേഷിൻ്റെ പിന്തുണ കോൺഗ്രസിന് വേണ്ടേ, UDFന് വേണ്ടേ? അതാണോ അതിൻ്റെ ശരി? പിന്നെ DCC പ്രസിഡന്റ് ഒരു പക്ഷേ അതൊന്നും അറിയില്ല. ഈ ദളിത് യുവാക്കളെയാണ് പുറത്താക്കുന്നതെന്നൊന്നും DCC പ്രസിഡന്റ് അറിഞ്ഞോളുന്നില്ല. അദ്ദേഹത്തിന് ഇവിടുന്ന് എഴുതി കൊടുക്കുന്ന ശുപാർശ അത് അംഗീകരിച്ചിട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ശരിയല്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ തോരാപുരത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥി 5 കൊല്ലം മുമ്പ് പുറത്താക്കിയ ആളാണല്ലോ. സ്വന്തം പാർട്ടി നോമിനേഷൻ ഫോമിൽ ഒപ്പിടാതെ കൊടുത്തിട്ട് 5 വർഷം മുമ്പ് പുറത്താക്കിയ സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ തോരാപുരത്ത് മത്സരം എങ്ങനെ? 5 കൊല്ലം മുമ്പ് പുറത്താക്കിയ ആളും ഇപ്പോൾ പുറത്താക്കിയ ആളും തമ്മിലല്ലേ മത്സരം നടക്കുന്നത്? അപ്പോൾ അതൊന്നും ഒരു ശരിയായ കീഴ്വഴക്കല്ല. കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ഇത് പത്രക്കാരോടൊക്കെ പറയുന്നത്. നിലവിൽ BJP ജയിച്ചു നിൽക്കുന്ന വാർഡിൽ സൗഹൃദ മത്സരം നടന്ന കോൺഗ്രസിന് സീറ്റ് നഷ്ടപ്പെടില്ലേ? ഇല്ല, അത് BJP അന്ന് ജയിച്ച സാഹചര്യങ്ങളൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 300ഓളം വോട്ടുള്ള ഒരു കോളനിയാണ് തോരാപുരം കോളനി. ആ സ്ഥലത്ത് അന്നതിൽ നിന്നും വളരെ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
അവിടെയൊക്കെ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ 25 സീറ്റും UDF ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സീറ്റ് കൂടി കിട്ടിയ എന്താ വല്ല കുഴപ്പമുണ്ടോ? ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു.